വിമർശനങ്ങളും എതിർപ്പും വരുന്ന അവിടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത് കാണിച്ച അങ്ങനെ ചെയ്താൽ മതി. ലോകത്തെ പ്രവാചകനല്ലാത്ത വേറെ ആര് എന്ത് എങ്ങനെ പറഞ്ഞാലും എഴുതിയാലും അതല്ല മുസ്ലിം ഉമ്മത്തിന്റെ മാനദണ്ഡം. മാനദണ്ഡം ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞ പോലെ നമ്മളിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ചോ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കൊള്ളാനും ഉണ്ടാവും തള്ളാനും ഉണ്ടാവും. തള്ളണ്ട് തള്ളിക്കൊണ്ട് സ്വീകരിക്കണം, കൊള്ളുന്നത് കൊള്ളിക്കൊണ്ട് സ്വീകരിക്കണം. അത്ര നമ്മൾ പറയുന്നുള്ളൂ. മദ്ഹബിന്റെ പക്ഷപാതിത്വമുള്ളവരുണ്ടാവും ചിലപ്പോൾ ഈ നാട്ടില്, ഹനഫികള് ഷാഫികള് അങ്ങനെ പറഞ്ഞ് വിഭാഗീയമായി കാണുന്ന. നോ, നമ്മൾ അങ്ങനെ വിഭാഗീയമാവേണ്ട ആളല്ല. ഏത് മദ്ഹബുകാരനായാലും അസ്ലിൽ ഒന്നിക്കണം. അത് അസ്ലേതാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പള്ളിയിൽ പെണ്ണുങ്ങൾക്ക് പോകാൻ പാടില്ല, ഹറാമെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അള്ളാന്റെ റസൂലിന്റെ പള്ളിയിൽ പെണ്ണ് വന്ന ഹറാമായിട്ടാ? നിങ്ങൾ ഇബ്നു കസീർ എടുത്ത് വായിക്ക്, അള്ളാന്റെ റസൂലിന്റെ താരീഖ് എടുത്ത് വായിക്ക്, റസൂലുള്ളാഹി തങ്ങളുടെ മിമ്പറുമായി ബന്ധപ്പെട്ട ചരിത്രം വായിക്ക്. റിവായത്തുകൾ പലതുണ്ട്. അതിൽ ഒന്ന് സ്വഹീഹായി വന്നതിൽ ഒന്ന്, ഒരു സ്ത്രീ പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലിനോട് പള്ളിയിൽ, എങ്കിൽ പള്ളിയിൽ പെണ്ണുങ്ങൾക്ക് പോവാം. പോയേ പറ്റൂ എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, പോവാം. പോന്നെങ്കിൽ പോയിക്കോട്ടെ, അല്ലാഹുവിന്റെ വീട്. പക്ഷെ എന്തെന്നെ നല്ലത്? പുലക്ക് നിൽക്കലിന്റെ നല്ലത്, പുലക്ക് നിൽക്കൽ തന്നെ നല്ലത്. പക്ഷെ പോവാം പോവരുത് എന്നൊരിക്കലും പറയാൻ ഒരാൾക്കും അവകാശമില്ല. നമ്മൾ പക്ഷപാതിത്വത്തിന്റെ പേരിൽ മതത്തിലുള്ള പല കാര്യങ്ങളെയും വിഴുങ്ങുന്നുണ്ട്. അങ്ങനെ ആയിക്കൂടാ, അങ്ങനെ ആയിക്കൂടാ. ഇന്ന് മദ്ഹബുകാരനാണ് ഞാൻ, അതുകൊണ്ട് ആ ഇമാം പറഞ്ഞ മാത്രമേ ഞാൻ സ്വീകരിക്കൂ. അവിടെ തടയപ്പെട്ടതാരാ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥന ബിദ്അത്താണ്. ഇമാമ് ദുആ ചെയ്ത് കൂട്ടത്തോടെ മഅ്മൂമീങ്ങൾ ഉറക്കെ ആമീൻ പറയുന്ന ആ സമ്പ്രദായം ബിദ്അത്തല്ല എന്ന് പറഞ്ഞ ഒരു മദ്ഹബി പണ്ഡിതൻ പോലും ഇല്ല. അങ്ങനെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആലയുടെ സാധാരണ പള്ളി ദർസിലൊക്കെ ഓതുന്ന കിതാബാണല്ലോ ഫത്ഹുൽ മുഈൻ. എല്ലാവരും ഓതിയ കിതാബായിരിക്കും ഫത്ഹുൽ മുഈൻ. അതിൽ തന്നെ ഉള്ളെന്താ അറിയോ? ഷാഫി മദ്ഹബിന്റെ ഹുക്മ് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇമാം എന്ത് ചെയ്യണം? മുസല്ലയിന്ന് എഴുന്നേറ്റ് പോകണം. അവന് ഏറ്റവും അഫ്ദലായത് എന്താണ്? മുസല്ലയിന്ന് എഴുന്നേറ്റ് പോക്കാൻ. എഴുന്നേറ്റ് പോകുന്നില്ലെങ്കിലോ ഒന്ന് തിരിഞ്ഞിരിക്കുകയെങ്കിലും വേണം. എന്തിന്? ഇനി നമ്മുടെ തമ്മിലൊരു ബന്ധമില്ല എന്ന് മഅ്മൂമിന് കാണിക്കാൻ. ഇമാം എണീച്ചാൽ മഅ്മൂമിന് എണീച്ച് പോവാം. അവിടെ തന്നെ ഇരുന്ന് അവിടെ നിന്ന് ഉറക്കെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ വിളിച്ച് ചെയ്യിപ്പിച്ച്, പിന്നെ 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയിപ്പിച്ച്, പിന്നെ ഉറക്കം മൈക്ക് തന്നെ ദുആ ചെയ്ത് മസ്ബൂക്കിന്റെ നിസ്കാരം പോലും വസ്വാസ് ഉണ്ടാക്കുന്ന രീതി മദ്ഹബിന്റെ ഉലമാക്കൾക്ക് പോലും അറിയാത്തത്. അതിൽ മദ്ഹബ് വേണ്ട. തെറ്റ് അവിടെയാ വരുന്ന പ്രശ്നം. അത് നാട്ടു നടപ്പങ്ങനെയാണ്. അതിപ്പോ പെട്ടെന്ന് പള്ളിയിൽ നിന്ന് ഒഴിവാക്കിയാൽ പള്ളിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് മദ്ഹബ് ഒന്ന് പറഞ്ഞോട്ടെ, നമുക്ക് നാട്ടിനനുസരിച്ച് പോവാം. അതേസമയത്ത് നമുക്ക് കൊള്ളാവുന്ന കാര്യത്തിലോ അത് മദ്ഹബ് പറഞ്ഞാലും ശരി ഇല്ലെങ്കിലും ശരി അത് നമുക്കല്ലേ, അത് ശരിയാവില്ല. നോക്കേണ്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ചില പള്ളികളുണ്ട് പെണ്ണുങ്ങളെ കൊണ്ടും ക്ലാസ് കേൾക്കാൻ, നിസ്കരിപ്പിക്കൂല. ക്ലാസ് കേൾക്കാൻ വേണ്ടി പള്ളിയിൽ പോയിരുന്നോ, പക്ഷെ നിസ്കരിക്കാൻ പറ്റൂ. ഇതെവിടുന്ന് പഠിച്ചതാ? അല്ലെങ്കിൽ ഈ 4 മദ്ഹബിന്റെ വിഭാഗീയതയും 4 മദ്ഹബിന്റെ അതിർവരമ്പുകളും ഈ ഉമ്മത്തിന് എപ്പം കിട്ടിയതാ? സലഫുസ് സ്വാലിഹുകൾക്ക് ആ അതിർവരമ്പുകൾ ഉണ്ടായിട്ടില്ല. ഉമ്മത്തിന്റെ മുൻഗാമികൾക്ക് 4ൽ ഒരു മദ്ഹബ് സ്വീകരിച്ചാലേ ഈമാൻ ശരിയാവൂ എന്ന് പറയുന്ന മണ്ടത്തരാണ്. എന്താ കാര്യം? മദ്ഹബിന്റെ ഇമാമിങ്ങൾ വരുന്നതിന് മുമ്പ് ജീവിച്ച ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? ഇനി മദ്ഹബിന്റെ ഇമാമിങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് ജീവിച്ചവർ, അവർക്ക് മദ്ഹബ് ഉണ്ടായിരുന്നോ? ഇല്ല. ഇമാമുകളുടെ വഫാത്തിന് ശേഷം ശിഷ്യന്മാരാൽ ഉണ്ടാക്കപ്പെട്ടതാണ് മദ്ഹബ്. ഇമാമിങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ടല്ല എല്ലാ ഇമാമിങ്ങളും പറഞ്ഞത് എന്റെ മദ്ഹബ് എന്ന് പറഞ്ഞാൽ സ്വഹീഹായ ഹദീസ. ആ ഇമാമിങ്ങൾ അംഗീകരിക്കാൻ പാടില്ല എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റഹ്മഹുല്ലാ പറയാവുന്നതിലും അപ്പുറത്തുള്ള പണ്ഡിതനാ. മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റഹ്മഹുല്ലാ 14ാമത്തെ വയസ്സിൽ ഇറാഖിലെ മുഫ്തിയാണ്. നമ്മൾ എന്താ പറയാ അദ്ദേഹത്തെ പറ്റി? വലിയ വലിയ പണ്ഡിതന്മാരാണ്, ദീനിന്റെ അകക്കെന്ന് അറിയാവുന്ന മഹാരഥന്മാരാണ്. ഓരോ അഭിപ്രായ വ്യത്യാസമില്ല, പക്ഷേ അവരുടെ അഭിപ്രായങ്ങൾ മതത്തിൽ പിൻപറ്റാൻ സ്വീകരിക്കാൻ മാനദണ്ഡം അത് അസ്ലിനോട് യോജിക്കണം എന്നതാണ്. അസ്ലിനെതിരായാൽ, മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് എതിരായാൽ അത് പിന്നെ സ്വീകരിച്ചുകൂടാ. അല്ലാഹുവിന്റെ റസൂലിലേക്ക് വിട്ട് ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ.
അല്ലെങ്കിൽ എന്തുണ്ടാവും? ഷാഫികൾക്ക് ഹജ്ജിനോ ഉംറക്കോ പോകുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? മീഖാത്തിൽ വെച്ചിട്ട് മദ്ഹബ് മാറ്റി കെട്ടേണ്ടി വരും. അതൊരു ഗതികേടല്ലേ സഹോദര? മീഖാത്ത് പോയി ഞാനിതാ ഹജ്ജ് കഴിഞ്ഞ വരെ ഹനഫിയാവുക. കാരണം എന്താ? പെണ്ണുങ്ങളെ തൊടേണ്ടി വരും തവാഫൊക്കെ ചെയ്യുമ്പോൾ. ഇപ്പൊ ഹനഫി മദ്ഹബിൽ പെണ്ണിനെ തൊട്ടാൽ വുദു മുറിയില്ല. ഷാഫി മദ്ഹബിൽ പെണ്ണിനെ തൊട്ടാൽ വുദു മുറിയും ചെയ്യും. മരിക്കുന്ന ഒരു ഹജ്ജ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് എന്ത് ചെയ്യാ? ഒരു മലക്കുറ്റം അറിയല മറ്റേ മദ്ഹബിലേക്ക്. മുസ്ലിമിൽ അങ്ങനത്തെ ഒരു ഗതികേടില്ല. എങ്ങോട്ട് മറിഞ്ഞാൽ മതി? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്താ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫി അള്ളാഹുവിന്റെ റസൂലിനെക്കാളും വലിയ ആളാ? അത് നമുക്ക് തിരിയാത്തതാ. മുഹമ്മദ് നമ്മൾ പറയുന്നത് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ പണ്ഡിതന്മാരിലേക്ക് മടക്കുന്നല്ലോ, ഇന്ന പ്രസ്ഥാനത്തിന്റെ ശൈഖിലേക്ക് മടക്കുന്നല്ലോ. മുഹമ്മദുർ റസൂലുള്ളാഹിനെ നോക്കൂ. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, വുളൂ ചെയ്തിട്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ എന്നെ ചുംബിച്ചിട്ടുണ്ട്. തിരിച്ചു പോയിട്ട് അള്ളാഹുവിന്റെ റസൂൽ പിന്നെയും വുളൂ ചെയ്തനോ? ഇല്ല എന്ന് പറഞ്ഞാൽ വുളൂ മുറിയൂല. ഭാര്യനെ തൊട്ടാൽ ബസ് അത് നിന്നാ മതി. അതിന്റെ അപ്പുറത്ത് പോകുന്നെന്തിനാണ്? രാത്രിയിൽ ഞാനും അള്ളാഹുവിന്റെ റസൂലും ഒരുമിച്ച് കിടക്കും. അടുത്ത റസൂലുള്ളാഹിനെ ഞാൻ കാണൂല. അപ്പൊ ഞാൻ ഇങ്ങനെ തപ്പി നോക്കും. ആയിഷ ബീവി പറയാം, അപ്പൊ റസൂലുള്ളാഹിന്റെ കാലിന്റെ വെള്ളയിൽ എന്റെ കൈ തൊടും. കാലിന്റെ വെള്ളയിൽ എന്റെ കൈ തൊടും. അപ്പൊ മറയില്ലാണ്ട് തൊട്ടിരിക്കണ്ടല്ലോ കാലിന്റെ വെള്ളം. മനസ്സിലായോ? റസൂലുള്ളാഹി ഉടനടിച്ച തൊട്ടല്ലോ ആയിഷ, വുദു മുറിഞ്ഞല്ലോ. പോയില്ല. അത് നോക്കിയാൽ മതിയില്ലേ? ഉമ്മത്തൊന്നായില്ലേ? നമ്മുടെ ആ കുഴപ്പക്കാരാക്കുന്നത്. നമ്മൾ പറയുന്നു കുഴപ്പമില്ലാതാവാൻ അള്ളാഹുവിന്റെ റസൂലിലേക്ക് മടക്കാൻ. ആ പറയുന്ന നമ്മുടെ കുഴപ്പക്കാരാക്കിയിട്ട് കുഴപ്പമുണ്ടാക്കുന്ന മറ്റൊരാ. അത് നമുക്ക് തിരിയാത്തത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള